ഇന്ന് ചരിത്രമാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. ഈ ചരിത്രത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനനായകൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം, ഒരുപക്ഷെ ഇത്രയും മെയിൻ സ്ട്രീമിൽ നിന്ന ഒരാള് വീട്ടിൽ കൂടെ ഉള്ള ഒരാളായി മാറുക, അല്ലെങ്കിൽ സഹധർമ്മിണിയായി മാറുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു പാട്ട് നമുക്ക് കേൾക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നിയെന്ന് വരാം അല്ലെ. ചേട്ടാ അസാധ്യ സിംഗർ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ട്രിവാൻഡ്രം കോറലിന്റെ ഏറ്റവും മികച്ച ഗായികകളിൽ ഒരാളായിരുന്നു. അതിനകത്തൊരു ഭയങ്കര എന്താണ് ആക്സിഡന്റൽ കോയിൻസിഡൻസ് ആണ്. ഞാൻ ന്യൂഡൽഹി ഷൂട്ട് ചെയ്യാൻ വേണ്ടി കേരള ഹൗസിന്റെ മുമ്പിൽ ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഈ പെമ്പിള്ളേരും ആമ്പിള്ളേരും എല്ലാം കൂടി ദൂരദർശൻ ഡൽഹി കേന്ദ്രയില് നാഷണൽ സോങ് പാടാൻ വേണ്ടിട്ട് റിപ്പബ്ലിക് ഡേക്കുള്ള പ്രോഗ്രാമിന് വേണ്ടി ഇവരെല്ലാം അവിടെ ഉണ്ട്. തങ്ങളെ കണ്ടിട്ടില്ല. അത് 87 ജനുവരിയിലാണ്. ഞാൻ കാണുന്നത് 89 ഡിസംബറിലാണ്. ഓഹോ, അത് ശരി. എന്തൊരു കോയിൻസിഡൻസ് ആണല്ലേ. അതിനുശേഷം ഒരുപക്ഷെ ടെലിവിഷനിൽ ഒരു അപ്പിയറൻസ് നടത്തുന്നത് പോലും, അതായത് ഒരു ഷോയിൽ ഒരു അപ്പിയറൻസ് നടത്തുന്നത് പോലും എപ്പോഴായിരിക്കും. ആ ഭാഗ്യം കിട്ടുന്നത് അമൃത ടിവിയുടെ ജനനായകനാണ്. സുരേഷേട്ടാ, ഇതുവരെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അവിടെ നിന്ന് വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, സുരേഷേട്ടൻ തന്നെയല്ലേ പോയി വിളിക്കേണ്ടത്. രാധിക സുരേഷ് ഗോപി, ലെറ്റ്സ് വെൽക്കം. വെൽക്കം വെൽക്കം. നമുക്ക് ഞാനാ പറഞ്ഞേ, നമ്മൾ ചരിത്ര മുഹൂർത്തമാണെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു മൊമെന്റ് എന്തായാലും വേറെ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ, നമുക്കല്ലേ കിട്ടിയിട്ടുള്ളൂ. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് ഈ ഒരു പ്രഷ്യസ് മൊമെന്റ് ആഘോഷിച്ചേ മതിയാവും. മാത്രല്ല എന്തൊരു ചേർച്ച, കണ്ണു തട്ടാണ്ടിരിക്കട്ടെ ഞങ്ങളുടെ പ്രത്യേകിച്ച് പിഷാരടി ശരിക്കും കണ്ണുവെച്ചിട്ടുണ്ട്. ഞാൻ കാലത്ത് മുതൽ ശ്രദ്ധിക്കുന്നു, എവള് നോട്ടമിട്ടിരിക്കുന്നത് മുഴുവൻ പിഷാരടിയാണ് അല്ലേ. പക്ഷെ ഇവരുടെ ഇരിപ്പ് കണ്ടിട്ട് ഇവർക്ക് കണ്ണു കിട്ടുമെന്നാണ് സംശയം. നമുക്കതിനകത്ത് അഭിപ്രായം പറയട്ടെ, കൊടുക്കും. നല്ലൊരു കണ്ണുണ്ടായിരുന്നു, അത് ചുമല ഗ്ലാസ് ഇട്ട് മറച്ചു വെച്ചേക്കുവാ. ഞാനതല്ല, നീ ഇതാണോ ചരിത്ര മുഹൂർത്തം എന്ന് പറഞ്ഞേ. അവരെ വിളിച്ചു വരുത്തിയിട്ട് നിലവാരമില്ലാത്ത തമാശകൾ കേൾപ്പിക്കുക. നമ്മളിനി ഇന്നത്തെ ദിവസം വേറെ എന്ത് തമാശ പറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ല. ചിരിക്കേണ്ടവരൊക്കെ ടിനിച്ചേട്ടന്റെ പാന്റ് കണ്ട് ചിരിച്ചു കഴിഞ്ഞു. ഞാൻ ഇതിലൂടെ അപ്പൊ 2 സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു സിനിമ? ആദ്യത്തേത് ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടിയിട്ട്, പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നുള്ള സിനിമ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് സിനിമയുടെ പേര് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല. ശ്രീകുട്ടൻ ചേട്ടൻ ആണല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സുരേഷ് ചേട്ടന്റെ പടത്തിലൊന്നും പാടാൻ വിളിച്ചില്ലേ? അതൊരു വലിയ ചോദ്യം. ശരിയാ, ഒരു നല്ല ആള് ഉണ്ടെന്ന് കണ്ടതിന് അപ്പൊ സുരേഷ് ചേട്ടൻ വിളിച്ചിട്ട് അവർക്ക് വേഷം കൊടുക്കുകയോ പാട്ട് കൊടുക്കുകയോ ചെയ്യാറില്ലേ? അതെ, സുരേഷ് ചേട്ടൻ തന്നെ പറഞ്ഞു, വാതിൽക്ക് വരുന്ന ഒരാളുടെ അപേക്ഷ ഒരിക്കലും തള്ളിക്കളയില്ലെന്ന്. കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് 250 പ്രാവശ്യം റീമി ചോദിച്ചു അടുത്ത പടത്തിൽ എനിക്ക് അവസരം തന്നെ വന്നു. എന്നിട്ട് ഇപ്പൊ പറയാ എന്തേ പുള്ളിക്കാരക്ക് പാട്ട് കൊടുക്കാത്ത. ഞാൻ അങ്ങനെ ചോദിച്ചില്ല, ഞാൻ പറഞ്ഞു ഒറ്റ പാട്ടാ തന്നേക്കുന്ന അമ്മാനക്കൊമ്പത്തെ ചെങ്ങമാനം, അത് ഭയങ്കര ഹിറ്റാ, നിങ്ങൾക്ക് ഒരു ഹിറ്റിന് താല്പര്യം ഇല്ലേ മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഹിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അല്ല, ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ആരടുത്തും ഞാൻ പോയിട്ടില്ല. ഇത് എൻ്റെ ഭാര്യയുടെ പാട്ടെന്ന് പറയുന്നത് എൻ്റെ കാര്യമാണ്. അതിനുവേണ്ടി ഞാൻ ആരടുത്തും പോവില്ല. അത് ഉറച്ച തീരുമാനമാണ്. എനിക്ക് വേണ്ടിയും പോയിട്ടില്ല, പോവുകയും ഇല്ല. അതങ്ങനെ തന്നെയാണ്. എന്തായാലും റെമോ, നമ്മുടെയൊക്കെ ആഗ്രഹമാണല്ലോ പാട്ട് കേൾക്കണം എന്നുള്ളത് അല്ലേ? എന്നാ ഇവര് 2 പേരും ചേർന്ന് ഒരു ഡ്യുവറ്റ് കേൾക്കണം എന്നാണെങ്കിലോ? ഒരുപാട് ആഗ്രഹം. 2 പേരും ചേർന്ന് ഒരു ഡ്യുവറ്റ്. ഓക്കെ, വേളിക്കു വെളുപ്പാങ്കാലം താലിക്കു കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിന് മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം, മനം പോലെ മംഗല്യം. അറിയാതെ ഞാൻ എൻ്റെ പ്രണയത്തെ വീണ്ടുമെൻ നെഞ്ചോടുതുക്കി കിടന്നിരുന്നു. കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലയൻ കവിളോടൊരുമ്മി കിതച്ചിരുന്നു. പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന, പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ചുംബി
ചുംബിച്ചിരുന്നിരുന്നു, ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. പൂവിൽ ഈ പുല്ലാങ്കുഴലിൽ പെണ്ണെ നീ മൂളിയുണർത്തും പാട്ടിൻ്റെ പല്ലവി എൻ്റെ കാതിലോതുമോ? മെല്ലെ ഈ ചില്ലുനിലാവിൽ മുല്ലെ നിൻമുത്തു പൊഴിക്കും കിന്നാര കാറ്റുകവിൽ പൂ നുള്ളി നോക്കിയോ? ആരും കാണാതെന്നുള്ളിൽ ഓരോ മോഹം പൂക്കുമ്പോൾ ഈണത്തിൽ പാടി പൂങ്കുയിൽ ആലവട്ടം വീശിയില്ലേ പനയോലക്കരുമാടി, കുത്തുവിളക്കിൽ തിരിയിട്ടില്ലേ കട്ടിലൊരുക്കിയില്ലേ, പാണപ്പുഴ പനിനീർ തൂവിയ കിഴക്കിനി പടവിൽ വലതുകാൽ വെച്ചകത്തുവായോ വീരാളിക്കാറ്റേ, നന്നാറിപ്പൂവേ നാത്തൂനാരേ, നന്നാറിപ്പൂവേ നാത്തൂനാരേ. അങ്കനമാർ മൗലിമണി തിങ്കളാസ്യേ ചാരുശീലേ, നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ, മാണിക്യവാസക മൊഴികൾ നൽകി ദേവി, മാണിക്യവാസക മൊഴികൾ നൽകി ദേവി, ഇളങ്കോവടികൾ ചിലമ്പു നൽകി, തമിഴകമാകെയും ശൃംഗാരറാണി നിൻ പഴമുതിർ കൊഞ്ചലിൻ ചോലയായി, തമിഴകമാകെയും ശൃംഗാരറാണി നിൻ പഴമുതിർ കൊഞ്ചലിൻ ചോലയായി. അടിപൊളി, അടിപൊളി. താങ്ക് യു. നേരത്തെ റിമി പറഞ്ഞത് തന്നെ പറയാനുള്ളൂ, കണ്ണുവിടാതിരിക്കുന്നു. അത്രയും കാണാൻ നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഐശ്വര്യമാണ്. അല്ല, വലിയ വലിയ ഭാഗ്യമാണ്. എനിക്ക് തോന്നുന്നത് 89 ആദ്യം വെക്കേഷൻ എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാത്ത, തിയേറ്ററിൽ അതുകൊണ്ട് തന്നെ എത്താത്ത വിശ്വംഭരൻ സാർ, PG വിശ്വംഭരൻ സാർ ചെയ്ത ഒരു സിനിമയുണ്ട്. അതിൻ്റെ ലൊക്കേഷനിലാണ് പാർവതി ദൂരദർശനോ മറ്റോ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു. വന്നപ്പോൾ ചോദിച്ചു, ഭാവിയിലെ സ്വപ്നത്തിലെ വധു. അന്ന് ഞാൻ പറഞ്ഞതെല്ലാം ഇതിലുണ്ട്. അങ്ങനെ കിട്ടുന്നത് വലിയ ഭാഗ്യമല്ലേ? അതെ, മുല്ലപ്പൂവൊക്കെ ചൂടി തുളസിക്കതിരൊക്കെ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്ന, അങ്ങനെയൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയായിരുന്നു. ഇപ്പോഴും അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലേ. അപ്പോ ചേച്ചിയുടെ സങ്കല്പമായിരുന്നു അങ്ങനെ. അല്ല, തിരിച്ചു വയ്ക്കണമല്ലോ. ഏതാ എല്ലാ ദിവസവും തുളസി കതിരി വിടണ? ഏറെക്കുറെ എന്ന് പറയാം. അല്ല, അങ്ങനൊരു സങ്കല്പമൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ കല്യാണം കഴിഞ്ഞു. പിന്നെ മനസ്സിലായി സങ്കല്പത്തിലുള്ള ആൾ ഇതായിരുന്നു അല്ലേ? ഇപ്പൊ എന്റെ കാര്യം ചോദിച്ചാൽ എന്റെ സംഗീതം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ജനിച്ചതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എങ്ങനെയാണ് വളർന്ന് ഇവിടെ എത്തിയതെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. തിക്കൃഷി അപ്പൻ എപ്പോഴും പറയും, എടാ എന്റെ കൊച്ചുമോളുടെ കൂടെ കിടന്ന് ഉറങ്ങിയത് കൊണ്ടാണ് നിനക്ക് ഈ സംഗീതം കിട്ടിയത്. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്.
അത് വലിയ വലിയ ഭാഗ്യമാണ്. സുരേഷ് ഏട്ടൻ വാ തുറന്നാ രാധിക ചേച്ചി ഇന്നസെന്റ് ഏട്ടൻ നമ്മുടെ പിന്നെ സുരേഷ് ഏട്ടൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അല്ല പറയണ്ടേ സുരേഷ് ഏട്ടന്റെ പ്രസംഗത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ ഇന്നസെന്റ് ഏട്ടന്റെ വൈഫിന്റെ കാര്യം പറഞ്ഞതുപോലെ സുരേഷ് ഏട്ടന്റെ പ്രസംഗത്തിൽ രാധിക ചേച്ചിയുടെ പേര് എവിടെയും വരും, അതിൽ പാട്ടും വരും, അതെപ്പോഴും ഉള്ളതാ. എന്ന് പറയുമ്പോൾ ഈ പാട്ട് ഇങ്ങനെ അടുത്ത് കേൾക്കാൻ പറ്റില്ല. ഇത്രയും നാളും പാടാത്ത ഒരാളെന്നൊന്നും എനിക്ക് ഒട്ടും തോന്നുന്നില്ല. സംസാരത്തിൽ പോലും ഒരു കൊച്ചു കുട്ടി കൂടി വന്ന ഒരു 25-കാരി സംസാരിക്കുന്ന ആ ഒരു ശബ്ദം, ഒരു കിളിനത പാട്ടാണെങ്കിൽ അതിനേക്കാളും രസം. ഒരു ഗ്യാപ്പ് തോന്നുന്നില്ല, സ്റ്റേജിൽ പാടാതിരിക്കുകയാണെന്നും തോന്നുന്നില്ല. അപ്പൊ വീട്ടില് ഒരു ഗ്യാപ്പ് കൊടുക്കും സംസാരിക്കും. ഇത് സത്യത്തിൽ അവളുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം തന്നെയാണ്. അത് MP ശ്രീനിവാസൻ എന്ന് പറയുന്ന പരമഗുരു, രാധാകൃഷ്ണൻ ചേട്ടൻ, പിന്നെ ചിത്രയും പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല അപ്പൊ ഞാൻ ഓമനക്കുട്ടി ആന്റി പഠിപ്പിച്ചിട്ടുണ്ട്, അംബിക ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഗുരുവൃന്ദം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു നെയ്യാറ്റിൻകര വാസുദേവൻ സാർ, ഇവരെല്ലാം ഗുരുനാഥന്മാരാണ്. സ്വാഭാവികമായിട്ടും ഇത്രയും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇത്രയും നല്ല ഒരു പാട്ട് പാടുന്ന ഒരാളെന്നുള്ള നിലയിൽ റീമിക്ക് ചെറിയൊരു ഈഗോ വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുണ്ടോ? ഈ വക കുടുംബം കലക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണം ചേട്ടാ? പറ. അടിക്കണോ തൊഴിക്കണോ? പറഞ്ഞോളൂ. അവന്റെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാം, നേരെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ മാത്രം കൈയടിച്ച് സുരേഷ് ഏട്ടന്റെ വീട്ടിൽ ഞാൻ വന്നപ്പോ അമ്മയാണ് എനിക്ക് ചായ ഇട്ട് തന്നത്. അപ്പൊ പറഞ്ഞു മോള് പാട്ട് പഠിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴും പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു പാട്ടിന്. അത് കഴിഞ്ഞ് ഇപ്പം കുറച്ച് നാളെ ആയുള്ളൂ വീണ്ടും പാട്ട് പഠിക്കാൻ തുടങ്ങി. ഞാൻ പഠിച്ചിരുന്നത് കർണാടക സംഗീതമാണ്. ഇപ്പം ഹിന്ദുസ്ഥാനി ഒരു ഇഷ്ടം കൂടിയിട്ട് അങ്ങനെ ഒന്ന് പഠിച്ചു തുടങ്ങിയിരിക്കുക. അല്ല, വീട്ടിൽ ചെന്നപ്പോ മാധവ് ഡൽഹിയിലാന്ന് പറഞ്ഞു, ഗോകുല് ദുബായിലാന്ന് പറഞ്ഞു, സുരേഷ് ഏട്ടൻ വേറെ തിരുവനന്തപുരം. അല്ല, ചേച്ചി പാട്ട് പഠിക്കാൻ ഞാൻ ആകെ 2 പട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല ഞാനതല്ല, ഈ 2 പട്ടിയെ വളർത്തണത് ഇവരൊക്കെ അനാവശ്യ സമയത്ത് വരാതിരിക്കാനാ. എന്നിട്ട് ചെന്ന് ചായയും മേടിച്ചു കുടിച്ച് എന്നിട്ടും വന്നിട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം പറയാം, വീണ്ടും നമ്മള് പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗംഭീര പാട്ടായിരുന്നു. ഈ സിനിമാ നടന്റെ ഭാര്യ പാടുന്നു എന്നുള്ള പരിഗണന ഇല്ലാതെ തന്നെ അത് നല്ല പാട്ടാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും അങ്ങനെ ഒരു പരിഗണന വരുമല്ലോ. പാട്ടുകാരിയുടെ ഭർത്താവാണ് നമ്മളൊക്കെ കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഈ നടൻ എന്ന രീതിയിലായിക്കോട്ടെ, നമ്മളൊന്നുമല്ല, നാദർശയാണ് പാട്ട് പഠിച്ചിട്ടുള്ളത്. പുള്ളി ഒരു ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ. പുള്ളിയുടെ ചോദിച്ചില്ല ഇതുവരെയായിട്ടും ക്ലീൻ സിംഗർ. നിന്നോട് ചോദിക്കണോ ഇല്ല? അല്ല, ഇവനൊക്കെ ഒന്ന് ഇത്തിരി അവസരം തരണ്ടേ? ഒന്നും ഉണ്ടായിരുന്നല്ല എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ക്ലീൻ സിംഗിങ് എന്ന് പറയുന്നത്. രാവിലെ മുതൽ ഇവിടെ നിന്ന് പാടിയിട്ട് എന്റെ കാര്യത്തിൽ നീ ഒരു അക്ഷരം പറഞ്ഞിട്ട് ചേട്ടാ അങ്ങനെ അല്ല, അതിലോട്ട് നമ്മൾ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോ അത് കഴിഞ്ഞു. അല്ല, സംഗീത സംവേദനല്ലേ, അടുത്ത പടത്തിൽ പാടാൻ ചാൻസ് കൊടുക്കൂ. ചേട്ടൻ സമ്മതിക്കുകയാണെങ്കിൽ നമ്മള് ഓക്കെയാണ്. നീ കുരിശെടുത്ത് എന്റെ തോളിലോട്ട് വെക്കാതെ. ചേട്ടൻ സമ്മതിക്കാത്തത് കൊണ്ടല്ല ഞാൻ പാടാത്ത. എനിക്ക് വീട്ടില് വേറെ പല പല കാര്യങ്ങളുണ്ട്. ഞാനായിട്ട് വെച്ചതാ. 5 മക്കളെയും വളർത്തിയത് അവള് തന്നെയാണ്. ചേച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, ഇനി ഒരു വരവ് ഏതെങ്കിലും നല്ല മ്യൂസിക് ഡയറക്ടറുടെ കൂടെ വരണം. ചേച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും, ഞാൻ അവിടെ ഇരുത്താം. ഒരു മിനിറ്റ്. ഇപ്പം എന്തായാലും സുരേഷിന്റെ പറഞ്ഞില്ലേ, കുട്ടികളെല്ലാരും വലുതായി. ഇപ്പൊ ചേച്ചി വീട്ടിലുണ്ട്. സപ്പോസ് ഒരു ചാൻസ് വന്ന ചേച്ചി പാടുവോ ഫിലിമില്? എനിക്ക് പേടിയാണ് ചിത്ര, അതാണ് പ്രശ്നം. എനിക്ക് ധൈര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എല്ലാരും കൂടി ഇത് എനിക്ക് വാങ്ങിച്ചു തരുമോ? പോയിരുന്നു ചേച്ചി, പോയിരുന്നു. ഇവരൊക്കെ പലതും ചോദിക്കും.